ദൈവത്തിന്റെ ഏറ്റവും മനോഹര സൃഷ്ടി ആകാശമാണോ? അല്ല. കടലാണോ? അല്ല. മയിലാണോ? അല്ല. സിംഹമാണോ? അല്ല. അതിനുള്ള ഒരേ ഒരു ഉത്തരം ഏതാണെന്ന് ചോദിച്ചാൽ ഞാനും നിങ്ങളും ഒറ്റ വാക്കിൽ ഉത്തരം പറയും. എന്താണ്? മനുഷ്യൻ. ഞാനും നിങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന ഈ വർഗം, മനുഷ്യവർഗം എന്ന് പറയുന്ന ഈ വർഗമാണ് സർവേശ്വരന്റെ, സർവശക്തനായ ഈശ്വരന്റെ മനോഹരമായ സൃഷ്ടി, അല്ലെ? നോട്ടീസിൽ അച്ചടിച്ച പോലെ, എല്ലാവരും അഭിസംബോധന ചെയ്ത പോലെ, നിങ്ങളെ ഒരിക്കലും ഭിന്നശേഷിക്കാരെന്ന് അഭിസംബോധന ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഞങ്ങൾ ആരും, ചിറകിന്റെ സംഘാടകർ ആരും നിങ്ങളെ ഭിന്നശേഷിക്കാരെന്ന് അഭിസംബോധന ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ എല്ലാവരും, ഞാൻ പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക, നിങ്ങൾ എല്ലാവരും ഞങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ, ഭിന്നമായ ശേഷിയുള്ളവരാണ്. ശരിയല്ലേ? ഇത് പറയുമ്പോൾ കുറെ പേരുടെ മുഖം ചിരി വീഴുകയാണ്. അതായത് ഞങ്ങളെക്കാളും ഒരു പടി മുകളിലാണ് നിങ്ങളുടെ സ്ഥാനം. നിങ്ങളെ എല്ലാവരും ഡിസേബിൾഡ് പേഴ്സൺസ് എന്ന് വിളിക്കാറുണ്ട്. ശരിയല്ലേ? ഇംഗ്ലീഷിൽ പറയും, അതല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറയും ഭിന്നശേഷിയുള്ള ആളുകൾ എന്ന്. പക്ഷേ ഞാൻ പറയട്ടെ, നിങ്ങൾ ആരും ഭിന്നശേഷിക്കാരല്ല. നിങ്ങൾ എല്ലാവരും ഭിന്നമായ, ഞങ്ങളിൽ നിന്നും വ്യത്യസ്തമായ കഴിവുള്ള ആളുകളാണ്. യു ആർ നോട്ട് ഡിസേബിൾഡ് പേഴ്സൺ, യു ആർ ഡിഫറently ഏബിൾഡ് പേഴ്സൺസ്. ശരിയാണോ? ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ ഒരു എനർജി വരട്ടെ? ഞങ്ങളെക്കാളും ഒരു പടി മുന്നിലാണ് നിങ്ങളുടെ സ്ഥാനം. നമ്മുടെ കേരളത്തിൽ നിന്നും നിങ്ങൾ എത്ര പേര് പത്ര പാരായണത്തിലൂടെയൊക്കെ അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞ് നിങ്ങൾ ഒരുപാട് പേര് കേട്ടിരിക്കും നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, അല്ലെ? ജിലു മോൾ മാരിയറ്റ് എന്ന് പറഞ്ഞ, ജിലു മോൾ മാരിയറ്റ് തോമസ് എന്ന് പറഞ്ഞ ഒരു യുവതി നമ്മുടെ കേരളത്തിന്റെ അഭിമാനമാണ്. ഈ കഴിഞ്ഞ വർഷം ഏഷ്യയിൽ നിന്ന് തന്നെ ഒരു റെക്കോർഡ് കരസ്ഥമാക്കിയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? അവർക്ക് ജന്മന 2 കൈകളും ഇല്ലായിരുന്നു. ആ സമയത്ത് അവര് കാർ ഓടിക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹം അവരുടെ ഉള്ളിൽ വന്നു. അവരതിനു വേണ്ടി പ്രവർത്തിച്ചു. നമ്മളെല്ലാവരും ഏകദേശം 2 ഈ മാക്സിമം പോയാൽ 6 മാസം കൊണ്ട് നമ്മളെല്ലാവരും ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കും, അല്ലെ? ലേണേഴ്സിൽ പോയി. ഈ യുവതി എന്ത് ചെയ്തെന്നാണ് അറിയാമോ? സ്വന്തമായി. എങ്ങനെ നമുക്ക് 2 കൈയും ഇല്ലാണ്ട് സ്റ്റിയറിംഗ് പിടിക്കുക, വണ്ടി ഓടിക്കാൻ പറ്റുമോ? പക്ഷെ അവരുടെ കാല് കൊണ്ട് സ്റ്റിയറിംഗ് പിടിക്കാനുള്ള സംവിധാനം രൂപകൽപ്പന ചെയ്ത്, സ്വന്തമായി രൂപകൽപ്പന ചെയ്ത്, കസ്റ്റമൈസ് ചെയ്ത് ഒരു കാർ പുറത്തിറക്കി. ഇതൊന്നും ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളല്ല. നിങ്ങൾക്കറിയാമോ, ഒരു പനി വന്നാൽ അല്ലെങ്കിൽ ഒരു ജലദോഷം വന്നാൽ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ വെറുതെ ഇരിക്കും. ക്ഷീണമാണ്, മടിയാണ് എന്ന് പറഞ്ഞ് ഇത് ചെയ്തത് നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഭിന്നമായ അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു പടി മുകളിൽ കഴിവുള്ള ആളുകളാണ്. ശരിയല്ലേ? കൂടിച്ചേരലോ അല്ലെങ്കിൽ 2 സംസ്കാരങ്ങളിലെ കൂടിച്ചേരലോ മാത്രമല്ല. എന്താണിത്? 2 വ്യത്യസ്ത സ്വപ്നങ്ങളുമായി, 2 വ്യത്യസ്ത പ്രതീക്ഷകളുമായുള്ള വ്യക്തികളുടെ കൂടിച്ചേരലാണ്. ഇവർ പരസ്പരം താങ്ങും തണലുമായി ഇവരുടെ പ്രതീക്ഷകളെ, ഇവരുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി മുന്നോട്ട് പോവുകയാണ്, അല്ലെ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചങ്ങാത്തമാണ്. നമ്മളൊക്കെ ക്രിസ്മസ് ഫ്രണ്ട്, ന്യൂ ഇയർ ഫ്രണ്ട് എന്നൊക്കെ പറയും. അതുപോലെ നമ്മളൊരു ലൈഫ് ലോങ് ഫ്രണ്ടിനെ തെരഞ്ഞെടുക്കുകയാണ് വിവാഹം എന്ന ചടങ്ങിൽ.